ഹായ് ഓൾ. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ട്രിഗ്നോമെട്രി ചാപ്റ്റർ 3+1 ട്രിഗ്നോമെട്രി ചാപ്റ്റർ 3 കേട്ടോ. ചാപ്റ്റർ 3യിലെ എക്സസൈസ് 3.1 കേട്ടോ. എക്സസൈസ് 3.1ലെ ക്വസ്റ്റ്യൻ നമ്പർ സെക്കൻഡിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ സബ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ഫൈൻഡ് ദ ഡിഗ്രി മെഷേഴ്സ് കറസ്പോണ്ടിങ് ടു ദ ഫോളോയിങ് റേഡിയൻ മെഷേഴ്സ് യൂസ് പൈ ഈക്വൽ ടു 22/7. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ഡിഗ്രി മെഷർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയൻ മെഷർ തന്നിട്ടുണ്ട്. ഇവിടെ തന്നിട്ടുള്ള സെക്കൻഡ് ക്വസ്റ്റ്യനിലെ റേഡിയൻ മെഷർ എന്ന് പറയുന്നത് വെറും -4 എന്ന് തന്നിട്ടുള്ളൂ. അപ്പോൾ ഡിഗ്രി മെഷർ കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഡിഗ്രി മെഷർ ഈക്വൽ ടു 180 ഡിവൈഡഡ് ബൈ പൈ അല്ലേ. 180 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു റേഡിയൻ മെഷർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ 180 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു റേഡിയൻ മെഷർ എന്ന് പറയുമ്പോൾ എന്ത് വരും? -4 അല്ലേ. ഇങ്ങനെ വെറും -4 പിന്നെ റേഡിയൻ്റെ കൂടെ പൈ ഇല്ലാണ്ട് -4 വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ നേരത്തെ ക്ലാസ്സിൽ ഓൾറെഡി ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അത് കാണാത്തൊരു ആ വീഡിയോ പോയി കാണണേ, എന്നിട്ട് ഇത് നോക്കിയാലേ പിടി കിട്ടുള്ളൂ കേട്ടോ. ഇതിൻ്റെ ജസ്റ്റ് മുമ്പത്തെ വീഡിയോ, പ്രീവിയസ് വീഡിയോ. ഓക്കെ, അപ്പോൾ 180 ഡിവൈഡ് ബൈ പൈ ഇൻറ്റു -4 നമ്മൾ കൊടുത്തു. പൈക്ക് നമ്മളോട് ക്വസ്റ്റിനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏത് വാല്യൂ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്? 22/7. സോ പൈ ഈക്വൽ ടു 22 ഡിവൈഡ് ബൈ 7 ഇൻറ്റു 4 എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതുക? 180 ഇൻറ്റു 7 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 22 എന്ന് വരും. ഇതിനെ ഫുള്ള് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എന്താ വരുന്നത്? 180 ഇൻറ്റു 7 ഇൻറ്റു 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5014 ഡിവൈഡഡ് ബൈ 22 എന്ന് കിട്ടും. ഇതിന് അല്ലേ, ഒന്നുകൂടെ നോക്കട്ടെ. 180 ഇൻറ്റു 7 ഇൻറ്റു 4. അതെ. ഇനി അഗെയിൻ ഇതിനെ നമുക്ക് എന്താണ്, രണ്ടിനെയും 2 വെച്ചിട്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും ഇവിടെ? 2520 ഡിവൈഡഡ് ബൈ 11 എന്ന് കിട്ടും. ഇനി നമ്മളിവിടെ എന്താ ചെയ്യുക? അപ്പം നമുക്ക് ഡിഗ്രി മെഷർ ഇങ്ങനെ ഒരു ഇത് തന്നു കഴിഞ്ഞാൽ അത് ഡിഗ്രി മെഷർ ആയോ? ഇല്ല. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇനി മിനിറ്റിലേക്കും സെക്കൻഡിലേക്കും ഒക്കെ കൺവേർട്ട് ചെയ്യണ്ടേ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും? ഡിഗ്രി മെഷറിനെ ആ ഒരു രീതിയിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഡിഗ്രി മെഷർ ഈക്വൽ ടു നമുക്കിവിടെ കിട്ടിയേക്കുന്നത് എന്താണ്? 2520 ഡിവൈഡഡ് ബൈ 11. അപ്പോൾ ഈ 11നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാം. 2520 ഡിവൈഡഡ് ബൈ 11 എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരും? 2 2s are 22 അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും? 32. 32 എത്ര ടൈംസ് പോകും ഇവിടെ? അതും 2 ടൈംസ് തന്നെ അല്ലേ. സോ ഇവിടെ എന്ത് വരും? 10 എന്ന് വരും അല്ലേ. ഈ 10ൻ്റെ കൂടെ ഈ 0യും കൂടെ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ എന്ത് വരും? 9 എന്ന് വരും അല്ലേ. 9 to 9 1 എന്ന് വരും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? 229 ഡിഗ്രി. ഒരു കാര്യമുണ്ട്, നമുക്ക് ഇവിടെ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. -4 അല്ല, -4 അങ്ങനെ തന്നെ കൊടുക്കണം. അപ്പോൾ ഇവിടെ എല്ലായിടത്തും നമുക്ക് എന്ത് വരും? നെഗറ്റീവ് വരും. -4 റേഡിയൻ നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും? -229 ഡിഗ്രി എന്ന് വരും. -229 ഡിഗ്രി പ്ലസ് 1/11 ഡിഗ്രി നമ്മളിത് കൊടുക്കണം. ഓക്കെ, സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? -29 മൈനസ് കോമൺ ആക്കി പുറത്തെടുത്ത് എഴുതിയാൽ മതിയേ. ഈ മൈനസിനെ പുറത്ത് ഒഴിച്ചു. ദെൻ ഇവിടെ നമുക്ക് ഇതിനെ ഇനി എന്ത് ചെയ്യണം? മിനിറ്റിലേക്കും കൺവേർട്ട് ചെയ്യണം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? ഈ 1/11 ഇല്ലേ എന്ന് വെച്ചാൽ -229 ഡിഗ്രി പ്ലസ് ഈ 1/11നെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണല്ലോ. അപ്പോൾ 1/11നെ ഞാൻ എന്ത് ചെയ്യുന്നു? 60 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമുക്ക് ഇതിനെ മിനിറ്റിലേക്കാണല്ലോ കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഫൈനൽ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? -229 ഡിഗ്രി പ്ലസ് ഇതെന്ത് വരും? 60/11 മിനിറ്റ് എന്ന് വരും. ഓക്കെ, 60/11 മിനിറ്റ്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുക? ഈ 60/11നെ ഒന്നും കൂടെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. 60/11നെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? 5 55 5 എന്ന് വരും അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ
5/11 മിനിറ്റ്സ് എന്ന് വരും. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? -229 ഡിഗ്രി പ്ലസ് 5 മിനിറ്റ് പ്ലസ് 5/11 മിനിറ്റ്സ് എന്ന് കൊടുക്കാം. അതുകൊണ്ടായി ഇനി അത് സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണ്ടേ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? 229 ഡിഗ്രി പ്ലസ് 5 പ്ലസ് 5/11 ഇൻറ്റു 60 സെക്കൻഡ് എന്ന് കൊടുക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഫൈനൽ സ്റ്റെപ്പ് എത്താനായേ. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ -229 ഡിഗ്രിയെ പ്ലസ് 5 പ്ലസ് ഇത് എത്ര വരും? 5 × 60 300 അല്ലേ? 300 ഡിവൈഡഡ് ബൈ 11 മിനിറ്റ്സ് എന്ന് വരും. ഓക്കെ, എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു? -229 ഡിഗ്രി 5 ഇവിടെ എന്ത് വരും? 5 മിനിറ്റ് എന്നല്ലേ വരുള്ളൂ. 5 മിനിറ്റ് 300/11 സെക്കൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 300/11 എന്ന് പറയുമ്പോൾ 2 2s are 22 7 അപ്പം 6 അല്ല സോറി 1 മിനിറ്റ് 300 ഡിവൈഡഡ് ബൈ 11 2 2s are 22. അപ്പോൾ ഇവിടെ എത്ര വരും? 80 അല്ലേ? 80 എന്ന് പറയുമ്പോൾ 7 7s are 77. അപ്പോൾ ഇവിടെ എന്ത് വരും? 3. അപ്പം 5 മിനിറ്റ് 27 സെക്കൻഡ് എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടുക. എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? നമുക്ക് ഡിഗ്രി മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ആദ്യം നമ്മൾ അതിനെ ഡിഗ്രിയിലേക്ക് ആദ്യം ചെയ്തു. ഡിഗ്രി എന്ന് പറയുമ്പോൾ ഡിഗ്രി മെഷർ കണ്ടുപിടിക്കാൻ നമ്മുടെ ഇക്വേഷൻ എന്താണ്? 180 ഡിവൈഡ് ബൈ പൈ ഇൻറ്റു റേഡിയൻ മെഷർ. അപ്പോൾ 180 ഡിവൈഡ് ബൈ പൈ ഇൻറ്റു റേഡിയൻ മെഷർ നമുക്ക് ഇവിടെ തന്ന എത്രയാണ്? -4. അപ്പോൾ 180 ഡിവൈഡഡ് ബൈ പൈക്ക് 22/7 ഇൻറ്റു -4 കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഫൈനൽ ആൻസർ എത്ര വരും? -252011. ഇപ്പോൾ ഇതുകൊണ്ടായോ? റേഡിയൻ മെഷർ ആയോ? ഇല്ല. ഈ ഡിഗ്രി മെഷറിന് ഇവിടെ കിട്ടിയ ഈ ഡിഗ്രീനെ നമ്മൾ എന്ത് ചെയ്യണം? റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇത് ഡിവൈഡ് ചെയ്യുന്നു. ഈ 2000. അപ്പോൾ നമുക്ക് എന്ത് വരും? 229 + 1/11. അപ്പോൾ ഈ 1/11 നമ്മൾ എന്ത് ചെയ്യണം? മിനിറ്റ് ആക്കിയിട്ട് എന്ത് ഇൻറ്റു 60ലേക്ക് കൊടുക്കണം. മിനിറ്റും ഇവിടെ സെക്കൻഡും കൊടുക്കും ചെയ്യണം. അപ്പം ഇൻറ്റു 60ലേക്ക് കൊടുക്കും. നമുക്ക് ഇവിടെ എന്ത് 60/11 മിനിറ്റ്. 60/11 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5/11 എന്ന് വരും. അപ്പോൾ 229 ഡിഗ്രി പ്ലസ് 5/11 മിനിറ്റ് എന്ന് തോന്നുന്നു. എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 5/11 നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇൻറ്റു 60 കൊടുക്കുന്നു. അത് ചെയ്യുമ്പോൾ 300/11 സെക്കൻഡ് എന്ന് കിട്ടുന്നു. അതിന് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 27 സെക്കൻഡ്. അപ്പോൾ ഫൈനൽ ആൻസർ -229 ഡിഗ്രി 5 മിനിറ്റ് 27 സെക്കൻഡ്. ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെയും സെയിം ഫൈൻഡ് ദ ഡിഗ്രി മെഷർ കറസ്പോണ്ടിങ് ടു ദ റേഡിയൻ മെഷർ. ഇവിടെ നമുക്ക് പൈയൊക്കെ തന്നിട്ടുള്ള. അപ്പോൾ നമുക്ക് എന്താണ്? ഇങ്ങനെ പൈ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ നമുക്ക് മിനിറ്റും സെക്കൻഡിലേക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ കൊടുത്ത് അവിടെ ശരിയാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? കറസ്പോണ്ടിങ് ടു ദ ഫോളോയിങ് റേഡിയൻ ഡിഗ്രി മെഷർ കണ്ടുപിടിക്കുക. റേഡിയൻ മെഷർ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ഡിഗ്രി മെഷർ കണ്ടുപിടിക്കാൻ നമ്മുടെ ഇക്വേഷൻ ആദ്യം നമ്മൾ എഴുതിക്കൊള്ളുക. എന്താണ് നമ്മുടെ ഡിഗ്രി മെഷർ കണ്ടുപിടിക്കാൻ നമ്മുടെ ഇക്വേഷൻ? ഡിഗ്രി മെഷർ ഈക്വൽ ടു 180 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു റേഡിയൻ മെഷർ അല്ലേ? 180 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു ഈ ഇക്വേഷനൊക്കെ ആദ്യമേ നമ്മൾ എഴുതി കൊടുക്കും കേട്ടോ. ഫൈനൽ ആൻസർ തെറ്റിയാലും നമുക്ക് ഈ ഇക്വേഷൻസ് ഒക്കെ എഴുതുമ്പോൾ അതിന് മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാ സ്റ്റെപ്പുകളും കറക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു മാർക്ക് ഫൈനലി തെറ്റിയാൽ പോകുള്ളൂ. അപ്പോൾ 180 ഡിവൈഡ് ബൈ പൈ ഇൻറ്റു റേഡിയൻ മെഷർ. 180 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു റേഡിയൻ മെഷർ എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? 5π/3. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ പയ്യും എന്താവും? കട്ടായി പോകും അല്ലേ? ആ പയ്യും കട്ടായി പോകും. അപ്പോൾ ഇവിടെ നമുക്കിതിനെ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? ഇത് ഈ 3 6 3s are 80 അല്ലേ? അപ്പം എത്ര വരും ഇവിടെ? 5 × 6 എന്ന് പറഞ്ഞാൽ 13. ഈ 0യും കൂടെ കൂട്ടുമ്പോൾ 300 എന്ന് വരും. അപ്പോൾ ഇവിടെ 300 ഡിഗ്രി ആയിരിക്കും ഇതിൻ്റെ ഡിഗ്രി മെഷർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇങ്ങനെ പൈ ഓൾറെഡി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? വളരെ സിമ്പിളാണ്. അതിനെ മിനിറ്റിലേക്കും സെക്കൻഡിലേക്കും ഒന്നും കൺവേർട്ട് ചെയ്യേണ്ടതില്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെയിം തന്നെയാണ്. ഇതുപോലെ തന്നെ ഡിഗ്രി മെഷർ കണ്ടുപിടിക്കാനാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഉള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് എന്താണ്? 7π/6. അപ്പോൾ 7π/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? അല്ല, നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും? ഡിഗ്രി മെഷർ ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. സോ ഡിഗ്രി മെഷർ ഈക്വൽ ടു നമ്മൾ എന്താ നമ്മുടെ ഇക്വേഷൻ? 180 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു റേഡിയൻ മെഷർ. 180 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു റേഡിയൻ മെഷർ. 180 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു റേഡിയൻ മെഷർ എത്രയാണ്? 7π/6. അപ്പോൾ ഈ പയ്യും എന്താവും? കട്ടാകും.
അഗെയിൻ ഇവിടെ എന്ത് വരും? 3 വരും. 3 × 7 2. 210 ഡിഗ്രി ആയിരിക്കും നമ്മുടെ ഡിഗ്രി മെഷർ. സോ ഫൈനൽ ആൻസർ എഴുതുക. എന്താണ്? ഡിഗ്രി മെഷർ ഈക്വൽ ടു 210 ഡിഗ്രി എന്ന് എഴുതുക. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മാക്സിമം ഞാൻ നിങ്ങളോട് പറ്റുന്ന പോലെ എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ എല്ലാ ക്വസ്റ്റ്യനും എക്സസൈസും എക്സാമ്പിൾസും ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.